എൻ്റെ പുളിയമ്മലെ സംബന്ധിച്ച് എനിക്ക് സംസാരിക്കാനുള്ളത്, ഞാനിവിടെ നിന്ന് ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ ആദ്യം വാഘവേലി 1951 എൻ്റെ അച്ഛൻ വന്നു. ശേഷം ഞാൻ നാരായണൻ നായരും പിന്നെ രാജിക്കുറ്റിയല്ല അന്ന് അങ്ങനെയുള്ള ആൾക്കാര്, പരമേശ്വരൻ പിള്ള അങ്ങനെയുള്ളവരാണ് അന്ന് ഇവിടെ ഉണ്ടായിരുന്നത്. അതിനുശേഷം ഇവിടെ കുറെ കാലം കൂടെ കഴിഞ്ഞപ്പോൾ കാളിയാനി, പിന്നെ കുട്ടപ്പഞ്ചേട്ടന്, അങ്ങനെയുള്ള ആൾക്കാർ ഇവിടെ വന്നു അവരിവിടെ സ്ഥിരതാമസമായി. അത് കഴിഞ്ഞ് രാമേന്ദ്രൻ എന്ന് പറയുന്ന ഒരു ഹെഡ് മാസ്റ്റർ ഉണ്ടായിരുന്നു, ട്രൈബൽ സ്കൂൾ ഹെഡ് മാസ്റ്റർ. പുള്ളി കാഞ്ചിയാറ്റിലായിരുന്നു താമസിച്ചിരുന്നത്, പള്ളിക്കവലെ. അന്ന് ഇവിടെ ഇരിക്കുന്ന സ്കൂള് അന്ന് ആനകുത്തിയിലായിരുന്നു. ആനകുത്തിയിലിരുന്നിട്ട് അവിടെ എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചാൽ, അവിടെ പിള്ളേരില്ലാതെ വന്നു. ലാസ്റ്റ് പഠിക്കാൻ പിള്ളേരില്ല വന്നങ്ങനെ കുറഞ്ഞ് ആ സ്കൂൾ അവിടുന്ന് നശീകരണപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ ഈ പിന്നെ രാമേന്ദ്രൻ സാറ് എൻ്റെ അച്ഛൻ്റെ അളിയനാണ്. അദ്ദേഹം ഇവിടെ വന്ന് എൻ്റെ അച്ഛനെ കണ്ട് പറഞ്ഞു, അളിയ ഇന്ന പോലെ ആനകുത്തിയിലുള്ള സ്കൂള് അത് അന്യാധീനപ്പെട്ടു പോവുകയാണ്. അതുകൊണ്ട് അളിയനൊരു കാര്യം ചെയ്യും, ഇവിടെ എവിടെയെങ്കിലും ഇച്ചിരി സ്ഥലം ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ സ്കൂൾ ഇങ്ങോട്ട് മാറ്റാം, അതിനുവേണ്ടി പരിശ്രമിക്കാമെന്ന് പറഞ്ഞു. ശരി അളിയ, അങ്ങനെ ചെയ്യാവുന്ന. ഇവർ അളിയന്മാർ തങ്ങൾ സംസാരിച്ചിട്ടാണ് എൻ്റെ അച്ഛൻ ഇവിടെ ഈ എൻ്റെ അച്ഛൻ ഈ സ്ഥലം ഇവിടെ കൊടുക്കുന്നത് സ്കൂളിന് വേണ്ടി. അന്ന് സ്കൂളിന് വേണ്ടി സ്ഥലം കൊടുക്കുന്ന സമയത്ത് 4-ാം ക്ലാസ് വരെ അന്ന് ഇവിടെ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അന്ന് പിന്നെ വാരിക്കാട്ട് ബേബി സാറ്, അതുപോലെ പച്ചക്കാണത്തെ മമ്മി ഇവരൊക്കെ അന്നത്തെ ഇവിടുത്തെ അധ്യാപകരാണ്. അവരെല്ലാം കൂടെ അന്ന് താഴെ പിന്നെ ഗ്രൗണ്ട് കാണുന്നിടത്തായിരുന്നു സ്കൂള്. പുല്ല് മേഞ്ഞിട്ട് പിന്നെ പരമ്പ് കൊണ്ട് മറച്ച് ഒരു സ്കൂളായിരുന്നു. അങ്ങനെ ആ സ്കൂള് അവിടെ ഉണ്ടാക്കിയ അന്നത്തെ ദിവസം ഞാൻ അവിടെ നിന്നൊരു പാട്ടൊക്കെ പാടി. പൊൻതാരമേ നിൻ ആരിനെ നോക്കി കണ്ണീരു തൂവും മരാവിൽ പാഴുങ്ങൾ നമ്മൾ മറന്നുപോയി. അതൊക്കെ അന്നെൻ്റെ ഞാൻ വളരെ ചെറുപ്പമായിരുന്നു. അങ്ങനെ ഞാൻ ആ സ്കൂളിൽ നിന്നുകൊണ്ട് ഒരു പാട്ടൊക്കെ പാടി. പക്ഷെ അന്ന് എനിക്കിന്ന് ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, അന്ന് ആ സ്കൂൾ 4-ാം ക്ലാസ് വരെ ഉണ്ടാക്കിയിട്ടാണ് എൻ്റെ അച്ഛൻ ഗവൺമെന്റിലേക്ക് ഏർപ്പെടുത്തുന്നത്. ആ 4-ാം ക്ലാസ് വരെ ഇപ്പോഴും ഉള്ളൂ. പക്ഷെ എന്നാന്ന് ചോദിച്ചാൽ, ഇവിടെ മറ്റ് സ്കൂളുകളിൽ അടുത്ത 1 കിലോമീറ്റർ അകലെ സ്കൂളുകൾ, മാനേജ്മെന്റ് സ്കൂളുകളുണ്ട്. ആ മാനേജ്മെന്റ് സ്കൂളുകൾ 10-ാം ക്ലാസ് വരെ അല്ലെ 11-ാം ക്ലാസ് വരെയൊക്കെ ഉള്ള വിദ്യാഭ്യാസം കൊടുക്കാനുള്ള കഴിവുള്ള സ്കൂളുകളാണ്. ഇവിടുത്തെ രക്ഷകർത്താക്കളെല്ലാം കൂടെ ആലോചിച്ച് തീരുമാനിച്ചെങ്കിൽ മാത്രമേ ഇവിടെ ഒരു 10-ാം ക്ലാസ് വരെ കൊണ്ടുവരാനൊക്കെ ഉള്ളൂ. കാരണം തമിഴ് മീഡിയം ഇവിടെ കൊണ്ടുവരാം, മലയാളം ഇവിടെ കൊണ്ടുവരാൻ ഒക്കെയില്ല. അങ്ങനെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ തമിഴ്ക്കാരുടെ പിള്ളേർക്കൊക്കെ ഇവിടെ വീണ്ടും ഇവിടെ നിന്ന് പഠിക്കാൻ പറ്റും, കൂടുതൽ അകലെ പോകാതെ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. ഇതാണ് എനിക്ക് പുളിയമ്മല ഭാഗത്തെ പറ്റി, പുളിയമ്മല സ്കൂളിനെ പറ്റിയും അതുപോലുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ എനിക്ക് ഇപ്പോൾ സംസാരിക്കാനുള്ളത് ഇതൊക്കെ മാത്രമേ ഉള്ളൂ.